ഇന്നൊരു ഡോ ക്രൂസ് ഇഫ്താർ ആയാലോ, അതും നല്ല അടിപൊളി വ്യൂസും കൂടെ ഉഷാറ് ഫുഡും ഒക്കെ കഴിച്ച്. ഇതിന് വരുന്ന ചാർജും ഫുഡ് മെനുവും അതുപോലെ പ്രോഗ്രാംസ് ടൈം ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ ബാ തുടങ്ങാം. എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ തീരുന്ന, നെക്സ്റ്റ് വീക്ക് പെരുന്നാളായി. ഇന്നിപ്പോ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നു തല പുകഞ്ഞ് ആലോചിക്കുമ്പോഴായിരുന്നു നിസ് വിളിച്ച് നമുക്കിന്ന് വെറൈറ്റി പിടിച്ചായിരുന്നു ചോദിക്കുന്നത്. നമുക്ക് ഇന്ന് വെറൈറ്റി ഒരു ഹരം ആയതുകൊണ്ട് വേറെ ആലോചനയില്ല. വണ്ടി നേരെ ജദ്ദാഫിലോട്ട് വീട് പാപ്പാന്നും പറഞ്ഞ ഒരൊറ്റ പോക്കേനു. അധികം ഡയലോഗ് അടിച്ച് ഞാൻ ഓറാക്കുന്നില്ല. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇവിടെ ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ പല രാജ്യത്തു നിന്നും പല നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഈ ഡോ ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അധിക പേരും ഇഫ്താർ പാർട്ടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബുക്കിംഗ് കൺഫേം ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. ആസ് യൂഷ്വൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏകദേശം 2 അവറാണ് ട്രാവൽ ഉണ്ടാവുക. ഇതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്ത ഡോ ക്രൂസ്. എപ്പോഴും ഈ ഒരു ടൈമിംഗ് എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പോൾ നമുക്ക് 2 വ്യൂസും ആസ്വദിക്കാൻ പറ്റും. എല്ലാവരും എത്തി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും കുറച്ച് നേരത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സൈഡൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 360 ഡിഗ്രി വ്യൂ ആയതുകൊണ്ട് നോ വറീസ്. പിന്നെ ഇവർ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് 60 dirhams per person ആണ്. ബട്ട് ഇറ്റ്സ് ഡിപ്പെൻസ്. ഈ പൈസക്ക് എന്തുകൊണ്ട് വേർത്ത് ആണെന്ന് നമുക്ക് തോന്നി. പിന്നെ ടൈം ആയപ്പോഴേക്കും കട്ട് ഫ്രൂട്ട്സും സ്നാക്കും ഒക്കെ നമ്മുടെ ടേബിളിലെത്തി. ഷെടാ, ഈ അനാവശ്യ നെറേഷന്റെ ആവശ്യമില്ല അല്ലേ. ഇനി കുറച്ച് നേരത്തേക്ക് വാഴച്ചു വെക്കാം. കാഴ്ചകളൊക്കെ കണ്ട് നോമ്പ് തുറന്ന് നമ്മൾ മെയിൻ കോഴ്സിലേക്ക് പോവാണ്. നല്ല മലബാർ ചിക്കൻ ബിരിയാണി, ഗീ റൈസ്, പത്തിരി, പൊറോട്ട തുടങ്ങി നല്ലൊരു മെനു തന്നെയായിരുന്നു. ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കോസ്റ്റും ഫുഡ് മെനു എല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ജദ്ദാഫിലാണ്. ഇവിടെ ഇതുപോലെ ഒരുപാട് ഡോ ക്രൂസ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം ഈ മലബാർ ഫുഡ് മെനു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഡോ ക്രൂസ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടും അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടും അറബിക് ആണോ അതോ ചൈനീസോ മലബാർ ഫുഡ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ചിട്ടൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഫോർ മീ ബിരിയാണി ഒരു രക്ഷയല്ലായിരുന്നു. ഇനി കോഴിക്കോട് സ്റ്റാറിൽ പോകുമ്പോൾ ഈ ബിരിയാണി ഓർഡർ ചെയ്യണമെന്ന് വരെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ ഉലഞ്ഞുലഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിരിക്കാൻ നല്ല രസമാണ്. പിന്നെ കുറച്ചുകൂടെ വൈബാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പ്രോഗ്രാംസും കൂടെ ആയപ്പോൾ കംപ്ലീറ്റ് ആയി.